പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ ദീപികയുടെ മുഖപ്രസംഗം. മോദി മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയത് നിന്ദാപരമായ പ്രസംഗം. വർഗീയതയും ഇതരമത വിദ്വേഷവും നെഞ്ചേറ്റിയവർക്ക് മാത്രമേ ആ പ്രസംഗം ആസ്വദിക്കാനാകൂ. മൻമോഹൻ സിംഗിനെ കുറിച്ച് മോദി പറയുന്നത് തെറ്റായ കാര്യമാണെന്നും ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു. എം കെ ഷുക്കൂർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷുക്കൂർ, മോദി ഈ വിദ്വേഷം നടത്തുക മാത്രമല്ല, അത് വീണ്ടും ആവർത്തിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ഇതിനിടയിലാണ് വളരെ പ്രാധാന്യമുള്ള ദീപികയുടെ മുഖപ്രസംഗം വരുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്? അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ ദീപികയുടെ ഈ മുഖപ്രസംഗത്തിന് എത്ര കണ്ട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്? നിലപാട് വ്യക്തമാക്കുക കൂടി ചെയ്യുകയാണ് അല്ലേ? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനത്തിലും സിറോ മലബാർ സഭയുടെ വോട്ടുകളെ സ്വാധീനിക്കാനായി BJP കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ തുടരുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ദീപിക പ്രധാനമന്ത്രിക്കെതിരെ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യവിരുദ്ധം എന്ന തലക്കെട്ടിൽ എഴുതിയ ഈ മുഖപ്രസംഗത്തിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രധാനമന്ത്രിയെയുമാണ് കടന്നാക്രമിക്കുന്നത്. രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പ്രസംഗം അടിസ്ഥാനരഹിതമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ദീപിക പറഞ്ഞു വെക്കുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയത് മുസ്ലിങ്ങൾക്ക് രാജ്യത്തെ വിഭവങ്ങൾ വിഭജിച്ച് നൽകണം എന്നല്ല, മറിച്ച് പിന്നാക്ക വിഭാഗക്കാരായ ആളുകൾക്ക് രാജ്യത്തെ വിഭവങ്ങളിൽ വളരെ കൃത്യമായ അവകാശമുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് വിദ്വേഷ പ്രസംഗമാണെന്ന് ദീപിക പറഞ്ഞു വെക്കുന്നു. രാജ്യത്തെ ഹിന്ദുക്കൾ ഇത്തരം തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ച് ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊല്ലാൻ ഇറങ്ങിപ്പുറപ്പെടും എന്ന് BJP തെറ്റായി ധരിച്ചിരിക്കുകയാണെന്നും ഹിന്ദുക്കളെ തെറ്റായി മനസ്സിലാക്കിയിരിക്കുകയാണ് BJP എന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരവധി പരാതികൾ ഈ വിഷയത്തിൽ ലഭിച്ചിട്ടും നടപടി എടുത്തിട്ടില്ല. ഇനി ആരെയാണ് നടപടിക്ക് പ്രതീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ കാത്തിരിക്കേണ്ടത് എന്നുകൂടി ദീപിക ചോദിക്കുന്നു. നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് സിറോ മലബാർ സഭയുടെ മുഖപത്രമാണ് ദീപിക. ആ സിറോ മലബാർ സഭയുടെ വോട്ടുകളെ സ്വാധീനിക്കാനായി വലിയ തോതിലുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ തന്നെ BJP നടത്തുന്നുണ്ട്. അതിന്റെ കേന്ദ്ര നേതാക്കൾ തന്നെ കേരളത്തിലെത്തി പല സഭാ നേതാക്കളുമായും നിരന്തരം ആശയവിനിമയം നടത്തുകയും ഇപ്പോൾ ഡൽഹിയിൽ ചുമതലയുള്ള ലഫ്റ്റനന്റ് ഗവർണർ വരെ ഇപ്പോൾ എറണാകുളത്തുണ്ട്. സിറോ മലബാർ സഭ അധ്യക്ഷനുമായി അല്പസമയത്തിനകം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ പോലും പ്രധാനമന്ത്രിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന BJPയുടെ ആശയങ്ങളോടും തങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല എന്നൊരു നിലപാട് ഈ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് ദീപിക അല്ലെങ്കിൽ സിറോ മലബാർ സഭ പറഞ്ഞു വെക്കുന്നു.